F-35 വിമാനങ്ങൾ. ഈ F-35 വിമാനങ്ങൾ ഇസ്രായേൽ വ്യോമസേനയുടെ നട്ടെല്ലാണെന്ന് നമുക്ക് പറയാം. അങ്ങനെയുള്ള F-35നെ ഞങ്ങൾ വെടിവെച്ച് വീഴ്ത്തുമെന്ന് ഹിസ്ബുള്ള ഒരു വലിയ വാണിംഗ് കൊടുത്തു. ശരി, ഇത് സാധാരണ എപ്പോഴും ഹിസ്ബുള്ള കൊടുക്കുന്നത് പോലുള്ള ഒരു മുന്നറിയിപ്പ് മാത്രമാണോ, അതോ ഇതിന് പുറകിൽ ഹിസ്ബുള്ളയ്ക്ക് എന്തെങ്കിലും പദ്ധതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഇറാന്റെ പക്കൽ നിന്ന് റഷ്യൻ മെയ്ഡ് വെപ്പൺസ്, അതുകൂടാതെ ഇറാനിയൻ മെയ്ഡ് എയർ ഡിഫൻസ് സിസ്റ്റം അടുത്ത ചില ആഴ്ചകളിൽ ഹിസ്ബുള്ളയ്ക്ക് പോകുന്നതായി ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഈ ഒരു റിപ്പോർട്ടും ഈ ഹിസ്ബുള്ള നൽകിയ ക്ലെയിമുമായി നമ്മൾ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ എന്തോ ഒരു കാര്യം അടുത്ത ചില ദിവസത്തിൽ ഇസ്രായേലിനും ഹിസ്ബുള്ളയ്ക്കും ഇടയിൽ നടക്കാൻ പോകുന്നുണ്ട്. യഥാർത്ഥത്തിൽ F-35നെ ഹിസ്ബുള്ള വെടിവെച്ച് വീഴ്ത്തിയാൽ അതിനേക്കാളും വലിയൊരു വിജയം അവർക്കുണ്ടാവുകയില്ല. ഇന്നുവരെയും ഇറാന് കിട്ടിയതിൽ ഏറ്റവും വലിയ വിജയമായിരിക്കും അത്. ഇതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഇസ്രായേലിന്റെ F-35നെ സംബന്ധിച്ച് ഇറാന് ഇഷ്ടമില്ലാത്തൊരു വാക്ക് ഈ F-35 ആണ്. കാരണം ഇറാൻ എപ്പോഴെല്ലാമാണോ ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അവരുടെ ബാക്ക് ആൻഡ് ട്രൂപ്സ് ആയ മിലിറ്റൻസ് ഗ്രൂപ്പ് ഹിസ്ബുള്ള, ഹൂതീസ് ഇവരുപയോഗിച്ച് എപ്പോഴെല്ലാമാണോ ഇസ്രായേലിനെതിരെ ഒരു അറ്റാക്ക് നടത്താൻ തീരുമാനിക്കുന്നത്, അപ്പോഴെല്ലാം ഇസ്രായേലിന്റെ F-35 അവർക്ക് മുൻപിൽ വന്ന് നിൽക്കും. ഇസ്രായേലിന് മുൻപിൽ ഒരു ചുമര് പോലെ വന്നു നിന്ന് എല്ലാ അറ്റാക്കിനെയും പ്രതിരോധിക്കും. ആദ്യമായി F-35 വന്നത് 2016 മുതൽ ഇസ്രായേലിൽ ഉപയോഗത്തിനായി വരുന്നു. ഹൂതീസിന്റെ ഒരു ക്രൂയിസ് മിസൈലിനെ കഴിഞ്ഞ വർഷം എയർ സ്പേസിൽ വെച്ച് ഈ F-35 നശിപ്പിച്ചു. അതുവഴി ആദ്യമായി ഇസ്രായേലിന്റെ F-35 ഒരു ക്രൂയിസ് മിസൈലിനെ ആകാശത്തിൽ വെച്ച് നശിപ്പിച്ചു എന്നുള്ളൊരു വലിയ സംഭവമായി അത് മാറി. F-35നെ സംബന്ധിച്ച് ഇറാന്റെ ബാക്കിലുള്ള മിലിറ്റന്റ് ഗ്രൂപ്പ്സിന് ഇത് വലിയൊരു തലവേദനയാണ്. പ്രധാനമായും ലെബനിലുള്ള ഹിസ്ബുള്ള. ഈ ഹിസ്ബുള്ള ആരാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായി അറിയാം. കാരണം നേരത്തെ അതിനെക്കുറിച്ച് വ്യക്തമായ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഹിസ്ബുള്ളയെ കുറിച്ച് വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ, ഒരു രാഷ്ട്രീയ പാർട്ടിക്കുള്ളിലെ ഒരു ഗ്രൂപ്പ്, ഒരു നാടിനുള്ളിലെ മറ്റൊരു നാടെന്ന് പറയാം. ഇവരെ സംബന്ധിച്ച് ലെബനനിൽ ഇവർ ഒരു പ്രതിപക്ഷ പദവിയിലുള്ളവരാണ്. എന്നാൽ അമേരിക്ക, മറ്റ് ലോകനാടുകളെ സംബന്ധിച്ച് ഇവർ മറ്റൊരു മിലിറ്റന്റ് ഗ്രൂപ്പാണ്. ഈ ഹിസ്ബുള്ളയ്ക്ക് ഇറാന്റെ സപ്പോർട്ട് എന്നത് എപ്പോഴും ഉണ്ടാകും. കാരണം ഇറാന് വേണ്ടിയിട്ടാണ് ഇവർ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടത്തുന്നത്, ഇസ്രായേലിന്റെ എതിർപ്പിനെ ചൂണ്ടിക്കാണിച്ച്. ഇങ്ങനെ ഹിസ്ബുള്ളയ്ക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ഇസ്രായേലിന്റെ F-35. കാരണം ഹിസ്ബുള്ളയുടെ പൊസിഷൻസിൽ ഇസ്രായേൽ നടത്തുന്ന എല്ലാ അറ്റാക്കും ഈ F-35നെ വെച്ച് മാത്രമാണ്. ഇതിന് പകരം അകത്തേക്ക് ഡ്രോൺസ് അയച്ചാലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മിസൈൽ അയച്ചാലോ അതിനെ ഹിസ്ബുള്ള ഡിഫെൻഡ് ചെയ്യും. ഒരുപാട് തവണ ഹെർമസ് ഡ്രോൺസിനെയും ഹിസ്ബുള്ള വെടിവെച്ച് വീഴ്ത്തിയിട്ടുണ്ട്. ഇതിന് കാരണമായി കാണിച്ച് ഇസ്രായേൽ ഒരു റിസ്ക് എടുക്കണ്ട എന്ന് കരുതി F-35 ഒരുപാട് ഉപയോഗിച്ച് ഹിസ്ബുള്ളയ്ക്കെതിരെയുള്ള അറ്റാക്കുകൾ നടത്തിക്കൊണ്ടുവരുന്നു. ഇറാനും എങ്ങനെയെങ്കിലും F-35നെ നശിപ്പിക്കണമെന്ന് ഒരുപാട് തവണ ശ്രമിച്ചു. എന്നാൽ അതിൽ ഇറാന് വലിയ വിജയമൊന്നും നേടാൻ സാധിച്ചില്ല. ഇതിലിപ്പോ അവസാനമായി നടന്നൊരു സംഭവം ഇറാൻ ഇസ്രായേൽ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ഡ്രോൺ അറ്റാക്കാണ്. ഒരു കോർഡിനേറ്റഡ് അറ്റാക്കായി അത് ചെയ്തു. 150-ൽ കൂടുതൽ ബാലിസ്റ്റിക് മിസൈൽസ്, 100 കണക്കിന് ഡ്രോൺസ് ഉപയോഗിച്ച് ഒരു വലിയ അറ്റാക്ക് ഇസ്രായേലിനെ നോക്കി ചെയ്യാൻ ശ്രമിച്ചു. എന്നാൽ അതിൽ ഇറാന് ഭാഗികമായ ഒരു വിജയം കൈവരിക്കാൻ സാധിച്ചു. അതേസമയം ഇസ്രായേലിനും അതൊരു വിജയമായിരുന്നു. 99% കൂടുതൽ അകത്തേക്ക് വന്ന ഏരിയൽ പ്രൊജക്ട്സിനെ അവരുടെ സൗഹൃദ നാടുകളുടെ സഹായത്തോടു കൂടി ഇസ്രായേൽ ഡിഫെൻഡ് ചെയ്താലും ചില മിസൈൽസ് നെവേറ്റിയം എയർബേസിൽ ചെന്ന് വീഴുകയും അതിൽ ഇസ്രായേലിന്റെ റൺവേ ഡാമേജ് ആവുകയും ചെയ്തു. മെയിൻ റൺവേ, ചില ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ്സിന് ഡാമേജ് സംഭവിക്കുകയും ചെയ്തു. അതല്ലാതെ F-35ന് അതിൽ യാതൊരു നഷ്ടവും സംഭവിച്ചില്ല. ആ എയർബേസിനെ നശിപ്പിച്ചത് ഇറാന് വലിയൊരു കാര്യമായി തോന്നിയാലും അതിൽ 99% അറ്റാക്കിനെയും ഡിഫെൻഡ് ചെയ്തത് ഇസ്രായേലിനും ഒരു നല്ല കാര്യമായി മാറി. ഇതിലും ഈ ഒരു അറ്റാക്കും F-35നെ ലക്ഷ്യമിട്ടാണ് ഇറാൻ ചെയ്തത് എന്ന ഒരു വിവരം പുറത്തു വന്നു. പക്ഷെ ഇറാന്റെ പക്കൽ നിന്നും ഒഫീഷ്യലായി യാതൊരു വിവരവും വന്നില്ല. ഇങ്ങനെ F-35നെ ഇറാനെ തൊടാൻ പോലും കഴിയാത്ത സമയത്താണ് ഹിസ്ബുള്ളയ്ക്ക് ഇൻഡയറക്റ്റായി ഇറാന്റെ സപ്പോർട്ട് കൂടുന്നുണ്ട്. ഇവർ എന്തിന് F-35നെ കൂടുതലായി ടാർഗറ്റ് ചെയ്യുന്നുവെന്ന് ചോദിച്ചാൽ, ഗാസയ്ക്കുള്ളിൽ കൂടുതൽ അറ്റാക്ക്, കൂടുതൽ കോർഡിനേറ്റഡ് സ്ട്രൈക്ക് ചെയ്യുന്നത് തന്നെ F-35 ആണ്. AI-യുടെ സഹായത്തോടു കൂടി ആ ലൊക്കേഷൻസ് കണ്ടുപിടിക്കുകയും ആ സ്ഥലത്ത് അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്നതിൽ F-35ന്റെ പങ്കെന്നത് വളരെ വലുതാണ്. പ്രധാനമായും പല അറ്റാക്ക് ലബനനിൽ, ഗാസിൽ നടക്കുന്ന അറ്റാക്കുകൾ ചെയ്യുന്നതും ഈ F-35 ആണ്. ഇതിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണമെന്ന് ഹിസ്ബുള്ള ചെയ്ത പദ്ധതിയിൽ ഇറാൻ പതിയെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം ഹിസ്ബുള്ളയുടെ ക്ലെയിം എന്തെന്ന് ചോദിച്ചാൽ, എത്രയും പെട്ടെന്ന് ഇസ്രായേലിന്റെ F-35നെ ഞങ്ങൾ നശിപ്പിക്കുമെന്ന് ഒരു അനൗൺസ്മെന്റ് കൊടുത്തു. ആദ്യം എല്ലാവരും ഇത് സാധാരണ ഒരു കാര്യമെന്ന് ചിന്തിച്ചപ്പോഴാണ് ഇറാനിൽ നിന്നും പുറത്തു വന്ന ഒരു റിപ്പോർട്ടിൽ പറഞ്ഞത് ഇറാന്റെ പ്രധാനപ്പെട്ട 2 എയർ ഡിഫൻസ് സിസ്റ്റം, അതിൽ ഒന്ന് ഇറാന്റേത്, മറ്റൊന്ന് റഷ്യയുടേതാണ്. ഇറാന്റെ പ്രധാനപ്പെട്ട ഡിഫൻസ് സിസ്റ്റമായ തലാഷ് എയർ ഡിഫൻസ് സിസ്റ്റം, അതുകൂടാതെ സോവിയറ്റ് റഷ്യ തയ്യാറാക്കിയ SA-11417, കേട്ടാൽ പുതിയ പേര് പോലെ തോന്നാം, ബക്ക് എയർ ഡിഫൻസ് കുടുംബത്തിൽ ചേർന്ന ഒരു എയർ ഡിഫൻസ് സിസ്റ്റമാണിത്. ഇത്
രണ്ടും എത്രയും പെട്ടെന്ന് ഹിസ്ബുള്ളയ്ക്ക് കൊടുക്കാൻ പോകുന്നു. അതും ഇതിന്റെ അപ്ഗ്രേഡഡ് വേർഷൻസ് കൊടുക്കാൻ പോകുന്നതായി ഇറാൻ ഒരു അനൗൺസ്മെന്റ് കൊടുത്തു. ഈ അപ്ഗ്രേഡഡ് വേർഷൻസിനെ സംബന്ധിച്ച് ഇറാന്റെ തലാഷ് എയർ ഡിഫൻസ് സിസ്റ്റം വളരെ ലോങ് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റമാണ്. പ്രധാനമായും സ്റ്റെൽത്ത് വിമാനങ്ങളെ ഈ എയർ ഡിഫൻസ് സിസ്റ്റം എൻഗേജ് ചെയ്യും. കൂടാതെ ഹൂതികൾക്കും ഇവർ പുതിയ രീതിയിലുള്ള എയർ ഡിഫൻസ് സിസ്റ്റം കൊടുക്കുന്നതായി അറിയിച്ചു. ഇതെല്ലാം കണക്ട് ചെയ്ത് നോക്കുമ്പോൾ നേരത്തെ ഹൂതീസ് അമേരിക്കയുടെ MQ-9 റീപ്പർ ഡ്രോൺസിനെ വെടിവെച്ച് വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ എന്തോ ഒരു വലിയ കാര്യത്തിന് ഇറാൻ ബേസ്മെന്റ് ഇട്ടിട്ടുണ്ട്. പ്രധാനമായും ഹിസ്ബുള്ള ഉപയോഗിച്ച് F-35 നശിപ്പിക്കാനുള്ള പദ്ധതി തുടങ്ങിയിട്ടുണ്ടെന്ന് പറയാം. എന്തുകൊണ്ട് F-35 വളരെ പ്രധാനം എന്ന് നോക്കിയാൽ F-35 സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് സിസ്റ്റത്തെ വെടിവെച്ച് വീഴ്ത്തുന്നത് സാധാരണ കാര്യമാണോ എന്ന് ചോദിച്ചാൽ F-35 എന്നല്ല, ഏതൊരു 5ാം തലമുറ യുദ്ധവിമാനവും അവർ പ്രൊജക്റ്റ് ചെയ്യുന്നത് ഞങ്ങളെ തടയാൻ കഴിയാത്ത, ആരെക്കൊണ്ടും തടയാൻ കഴിയാത്ത ഇരുമ്പ് ചുമർ എന്നാണ് അവരതിനെ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ചരിത്രത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ, ചരിത്ര താളുകൾ മാറ്റി നോക്കിയാൽ നശിപ്പിക്കാൻ കഴിയാത്ത, വീഴ്ത്താൻ കഴിയാത്ത അങ്ങനെ ഒന്നും തന്നെയില്ല. വളരെ നല്ല ഉദാഹരണം പറയുകയാണെങ്കിൽ മാർച്ച് 27, 1999 യുഗോസ്ലോവിയയിലെ ആർമി ചെയ്ത വളരെ പ്രധാനപ്പെട്ട സംഭവം. അന്നുവരെയും ഞങ്ങളുടെ പക്കലാണ് ആദ്യത്തെ സ്റ്റെൽത്ത് വിമാനമുള്ളത്, ഇതിനെ ആരെക്കൊണ്ടും നശിപ്പിക്കാൻ കഴിയില്ല എന്ന് വലിയ വാക്കുകൾ പറഞ്ഞുകൊണ്ടിരുന്ന അമേരിക്കയുടെ വാ അടച്ചത് അന്നത്തെ ദിവസമായിരുന്നു. ആ മാർച്ച് 27, 1999 F-117 നൈറ്റ് ഹോക്ക് ലോകത്തിലെ ആദ്യത്തെ സ്റ്റെൽത്ത് വിമാനം, ആദ്യത്തെ 5ാം തലമുറ യുദ്ധവിമാനത്തിന് വളരെ സാധാരണയായി റഷ്യൻ മെയ്ഡ് S-125 എയർ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ച് വെടിവെച്ച് വീഴ്ത്തിയ നാളായിരുന്നു അത്. അതുപയോഗിച്ച് നോക്കുമ്പോൾ ഏതൊരു കാര്യവും ചെയ്യാൻ കഴിയില്ല എന്നില്ല. അതിനായിട്ടുള്ള ശരിയായ കോർഡിനേറ്റ്സ്, ശരിയായിട്ടുള്ള സമയം, ശരിയായിട്ടുള്ള പദ്ധതി ഉണ്ടെങ്കിൽ ഇന്നത്തെ മോഡേൺ വാർഫെയറിൽ പോലും എല്ലാം സാധ്യമാകും. ഇപ്പോൾ ഹിസ്ബുള്ളയ്ക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം ഇറാനിയൻ മേഡ്സ് അത്രത്തോളം എഫിഷ്യൻ്റ് ആയിരിക്കണം. അതുപോലെ ഇവർ വിചാരിക്കുന്ന സമയത്ത് F-35 ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്യണം. അതിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ ഹിസ്ബുള്ളയെ കൊണ്ട് അവരുടെ പദ്ധതി ശരിയായി ചെയ്യാൻ സാധിക്കൂ. അങ്ങനെ എല്ലാം ശരിയായി പ്രയോജനപ്പെടുത്തി ഒരു പദ്ധതി ഉണ്ടാക്കി ഒരേ ഒരു F-35 ഹിസ്ബുള്ള വെടിവെച്ച് വീഴ്ത്തിയാൽ പോലും അന്നു മുതൽ ഇറാന്റെയും ഹിസ്ബുള്ളയുടെയും ഗെയിം വേറെ ലെവലായിരിക്കും. ഹിസ്ബുള്ളയെ സംബന്ധിച്ച് F-35 വെടിവെച്ച് വീഴ്ത്തുക എന്നുള്ളത് അവരുടെ ജീവിത ലക്ഷ്യമായി മാറിയിരിക്കുകയാണ്. കാത്തിരുന്ന് തന്നെ കാണണം അതിനുള്ള അവസരം അവർക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. ഇസ്രായേൽ ഇതെങ്ങനെയാണ് കാണുക? ഇതിന് വലിയൊരു ത്രെഡായി അവർ നോക്കുമോ എന്ന് ചോദിച്ചാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇതൊരു വാണിംഗ് ആയി പോലും അവർ കൺസിഡർ ചെയ്യില്ല. കാരണം അവർ ഗാസ കാര്യത്തിൽ ഇപ്പോൾ വളരെ ശ്രദ്ധാലുവാണ്. ഹിസ്ബുള്ള ആവശ്യമില്ലാതെ അവരെ ചൊറിയുന്നത് വരെയും അവർ ലെബനിൽ യാതൊരു അറ്റാക്കും നടത്തില്ല. ഒരു പക്ഷേ ഹിസ്ബുള്ള ഒരു ട്രാപ്പ് സെറ്റ് ചെയ്ത് അതിൽ F-35 വീഴ്ത്തണമെന്നുണ്ടെങ്കിൽ അറിഞ്ഞുകൊണ്ട് അവർ എന്തെങ്കിലും അറ്റാക്ക് ചെയ്താൽ മാത്രമേ ഇങ്ങനെ എന്തെങ്കിലും നടക്കാനുള്ള സാധ്യത തന്നെ ഉണ്ടാവുകയുള്ളൂ. വീഡിയോയുടെ അവസാനം എനിക്ക് ചോദിക്കാനുള്ളത്, F-35 ഇറാനിയൻ മെയ്ഡ് എയർ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ച് ഹിസ്ബുള്ളയ്ക്ക് വെടിവെച്ച് വീഴ്ത്താൻ കഴിയുമോ? അല്ലെങ്കിൽ റഷ്യയുടെ മറ്റേതെങ്കിലും വെപ്പൺസ് പരോക്ഷമായി ഹിസ്ബുള്ളയ്ക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.